ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതാ ഒരു വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് മല്ലിയില, 2 കൊത്ത് കറിവേപ്പില, ഒരു 2-3 പച്ചമുളക്, ഇതാ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇതാ ലേശം ചിക്കൻ, ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ അത് മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതാ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതാ 1 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇതാ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. എന്താ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അരമുറി തേങ്ങൻ്റെ പാതി മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ കുറേശ്ശെ ഇട്ടിട്ട് ബാക്കിയും കൂടി ഞാനിതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തിരി നന്നായിട്ടൊന്ന് വേവണം. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആറട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ മിക്സ് ഇതിൽ കൊട്ടി കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടേ. ഇതാ 2 പതലായി കുറച്ചെടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. അത് അതുകൊണ്ട് തന്നെ കുറച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് കിട്ടുക. ഇതായത് കുറച്ച് ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതാ ഒരു കടായി ചൂടാന്ന് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് മാവ് എടുത്തിട്ട് അതുപോലെ ഉരുളകളാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാവുന്നതാണ്. ഇതിൽ കുറേശ്ശെ എണ്ണയിലിട്ട് കൊടുക്കാം. ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതാ ഇങ്ങനെ കുറച്ച് വറുത്തോരി എടുത്ത് ഇതാ ഇങ്ങനെ കേട്ടോ. ഇതാ ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് എടുക്കാം ഫ്രൈ ചെയ്തിട്ട്. ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതാ തിരിച്ചും മറിച്ചിട്ടെടുത്തു. നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. ഇതാ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.